ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ഫോണുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ എത്തരത്തിലുള്ള ഫോണുകളാണ് ഇങ്ങനെ ഹാക്കേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതുപോലെ ഇങ്ങനെയുള്ള ഫോണുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് റിസ്ക് എല്ലാമാണ്. എങ്ങനെയുള്ള ഫോണുകൾക്കാണ് ഈ ഒരു പ്രശ്നമെല്ലാം വന്നിരിക്കുന്നത് എന്നെല്ലാം നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലും ഇതിൽപ്പെട്ട ഒരു മൊബൈലാണോ എന്നെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് എന്നതിൽ പോവുക. ഇത്തരത്തിൽ സെറ്റിങ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൊബൈൽ 2021 അപ്ഡേറ്റ് അവസാനമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു മൊബൈലെല്ലാമാണിത്. അതിനാൽ തന്നെ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം ഇവിടെ എക്സ്പയർ ആയിട്ടുണ്ട്. ഇനി പുതുതായി ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒന്നും നമുക്കിവിടെ ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ ഇങ്ങനെ പഴയ ഫോണുകളെല്ലാം യൂസ് ചെയ്യുന്നവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇതെല്ലാം തന്നെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള ഒരു ഡേറ്റിലെല്ലാമാണ് നിങ്ങളുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം വന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോണിൽ റിസ്ക് എല്ലാം കൂടുതലാണ്. നിങ്ങളുടെ ഫോൺ മാൾവെയർ അറ്റാക്ക് എല്ലാം വരാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പഴയ ഫോണുകളിൽ നിങ്ങൾ പേടിഎം അല്ലെങ്കിൽ ജിപേ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാടുകളെല്ലാം ചെയ്യുന്നതെല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് റിസ്ക് ഉള്ള കാര്യമായിരിക്കും. കാരണം മാൾവെയർ അറ്റാക്ക് എല്ലാം തന്നെ ഇങ്ങനെയുള്ള ഈ സെക്യൂരിറ്റി എല്ലാം എക്സ്പയർ ആയിരിക്കുന്ന ഈ ഒരു മൊബൈലിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ചില ആളുകളെല്ലാം പറയാറുണ്ട്, ഞാൻ എൻ്റെ ഫോൺ ഞാൻ ഒരുപാട് വർഷമായി യൂസ് ചെയ്യുന്നു, എന്നാൽ ഇങ്ങനെ ഈ ഒരു വർഷമെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം കൊള്ളാം, പക്ഷേ നമ്മൾ ഇതിൽ നെറ്റെല്ലാം യൂസ് ചെയ്ത് പലവിധ സൈറ്റുകളിലെല്ലാം പോകുമ്പോഴും അതുപോലെ നമ്മൾ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ മിസ്സാകാനും അതുപോലെ നിങ്ങളുടെ ഫോൺ എല്ലാം ഹാക്ക് ചെയ്യപ്പെടാനും ഇത് കാരണമാകാം. ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടാകില്ല. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്